ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അവർ എപ്പിസോഡ് ഓഫ് ലൈഫ് ഓൺ ക്യാമറ ബൈ അനു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറയുന്നത് നാട്ടിലുള്ള നഴ്സുമാർക്ക് ജർമ്മനിയിൽ ഫുൾ റെക്കഗ്നേഷനോടെ എങ്ങനെ വർക്ക് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അതിന്റെ റിക്വയർമെന്റ്സ്, അപ്ലിക്കേഷൻ പ്രോസസ്, സാലറി എക്സ്പെക്ടേഷൻ ആൻഡ് ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് വേണം എന്നുള്ളത് നോക്കാം. മെയിൻ ആയിട്ടുള്ള 8 റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്പർ 1, ബാച്ചിലേഴ്സ് ഓർ മാസ്റ്റേഴ്സ് ഇൻ നഴ്സിംഗ് അഥവാ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫ് ഡിപ്ലോമ ഉണ്ടായിരിക്കണം. നമ്പർ 2, നമ്മളെ ഹോം കൺട്രിയിലെ നഴ്സിംഗ് ലൈസൻസിന്റെ രജിസ്ട്രേഷൻ വേണം. നമ്പർ 3, ഇവിടെ ഒരു ഏജ് ലിമിറ്റ് ഉണ്ട്. നഴ്സിംഗ് ജോബിന് അപ്ലൈ ചെയ്യുന്ന ആൾക്ക് 42 വയസ്സിന് കുറവായിരിക്കണം. നമ്പർ 4, ജർമ്മൻ B2 ലാംഗ്വേജ് ലെവൽ പ്രൊഫിഷ്യൻസി മസ്റ്റ് ആയിട്ട് വേണം. നമ്പർ 5, എക്സ്പീരിയൻസ് വേണം നിർബന്ധമില്ല. ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം. കരിയർ വൈസ് ഗ്യാപ്പ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷേ 5 ഇയേഴ്സ് വരെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊരു ബെനിഫിറ്റ് ആണ്. നമ്പർ 6, നമ്മളെ ഹോം കൺട്രിയിലുള്ള ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. നമ്പർ 7, ഫിസിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എക്സാം നമ്മൾ പാസ്സായിരിക്കണം. ആ എക്സാം ജർമ്മനിയിലായിരിക്കും നടക്കുന്നത്. നമ്പർ 8, അഡ്മിനിസ്ട്രേറ്റീവ് റോൾ അല്ലാതെ ഡയറക്റ്റ് പേഷ്യൻസുമായിട്ടും വർക്ക് ചെയ്യേണ്ട ഇൻട്രസ്റ്റ് നമ്മൾ കാണിക്കണം. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻ ആയിട്ട് 5 സ്റ്റെപ്സ് ആണ് ഉള്ളത്. നമ്പർ 1, ജർമ്മൻ B2 ലെവൽ എക്സാം യോത്തെ അല്ലെങ്കിൽ ടെൽക്ക് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ്സാകുക. നമ്പർ 2, എംപ്ലോയറുമായിട്ടുള്ള ഇന്റർവ്യൂ പാസ്സാകുക. നമ്പർ 3, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, 10th 12th നഴ്സിംഗ് ഡിഗ്രി, പിന്നെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പിന്നെ വർക്ക് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം ജർമ്മൻ ലാംഗ്വേജിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ജർമ്മൻ എംബസിക്ക് വെരിഫിക്കേഷന് വേണ്ടി അയച്ചു കൊടുക്കുക. ജർമ്മൻ എംബസി നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ കോമ്പറ്റന്റ് അതോറിറ്റിക്ക് സെൻഡ് ചെയ്ത് അവരത് ചെക്ക് ചെയ്ത് നമ്മളുടെ ഡോക്യുമെന്റ്സ് എല്ലാം ജർമ്മൻ സ്റ്റാൻഡേർഡ്സിന് ഈക്വലന്റ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് പറയും. നമ്പർ 4, നമുക്കൊരു റിപ്പോർട്ട് കിട്ടും. ഈ ഡോക്യുമെന്റ്സ് വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് ആ റിപ്പോർട്ട് കിട്ടുന്നത്. 3 തരത്തിലാണ് കിട്ടുന്നത്. ഒന്നുകിൽ ഫുൾ റെക്കഗ്നേഷൻ ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ പാർഷ്യൽ റെക്കഗ്നേഷൻ ആയിട്ട് കിട്ടും, അതും അല്ലെങ്കിൽ നോ റെക്കഗ്നേഷൻ ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഫുൾ റെക്കഗ്നേഷനും 5 വർഷത്തിന് മുകളിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ജർമ്മനിയിൽ ഡയറക്റ്റ് ആയിട്ട് രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അവിടെ 2 സ്റ്റെപ്പ് നമുക്ക് അവിടെ സ്കിപ്പ് ചെയ്യാം. അഡോപ്റ്റേഷൻ പ്രോഗ്രാമും നോളേജ് ടെസ്റ്റും അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും മിസ്മാച്ചസ് വരെയാണെങ്കിൽ പാർഷ്യൽ റെക്കഗ്നേഷൻ ആയിരിക്കും കിട്ടുന്നത്. മിക്കവാറും നമ്മൾ ഫ്രഷർ ആയിട്ടോ 5 ഇയേഴ്സിന് താഴെ എക്സ്പീരിയൻസ് ഉള്ളവരായിട്ടോ ആണെങ്കിൽ മിക്കവാറും പാർഷ്യൽ റെക്കഗ്നേഷൻ ആയിരിക്കും കിട്ടുന്നത്. പാർഷ്യൽ റെക്കഗ്നേഷൻ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 9 to 10 months അഡോപ്റ്റേഷൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ നോളേജ് ടെസ്റ്റ്, അതിന് ജർമ്മൻ ലാംഗ്വേജിൽ കണ്ടിന്യൂസ് പ്രൂഫിംഗ് എന്നാണ് പറയുന്നത്. ആ എക്സാം മസ്റ്റ് ആയിട്ടും പാസ്സായിരിക്കണം. ഇനി നമുക്ക് നോ റെക്കഗ്നേഷൻ ആണ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ജർമ്മനിയിൽ ഇനി വർക്ക് ചെയ്യാൻ പറ്റത്തില്ല നഴ്സായിട്ട്. എൻട്രി ഡിനേഡ് എന്നാണ് അതിന്റെ അർത്ഥം. നമ്പർ 5, ഈ റിപ്പോർട്ട് കിട്ടിയ ശേഷം നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ജർമ്മനിയിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവരുടെ സാലറി എക്സ്പെക്ടേഷൻ എത്രയാണെന്ന് നോക്കാം. സ്റ്റാർട്ടിംഗ് പേയ്മെന്റ് 2700 യൂറോസ് തൊട്ട് 3700 യൂറോസ് പെർ മന്ത് വരയ്ക്കും നമുക്ക് കിട്ടും. പിന്നെ അഡീഷണൽ ആയിട്ട് നമ്മൾ സൺഡേ ഷിഫ്റ്റും നൈറ്റ് ഷിഫ്റ്റും ഒക്കെ എടുക്കുകയാണെങ്കിൽ അഡീഷണൽ ബോണസ് പേയ്മെന്റ് നമുക്ക് കിട്ടും. പക്ഷെ ഇത് സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് ഡിഫറെന്റ് ആകും പേയ്മെന്റ്. ഇനി നഴ്സിംഗ് ജോബിന് എന്തൊക്കെ ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് വേണമെന്ന് നമുക്ക് നോക്കാം. 11 ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. നമ്പർ 1, CV അഥവാ റെസ്യൂം വേണം. ഇൻ ജർമ്മൻ ലാംഗ്വേജിലായിരിക്കും അത് വേണ്ടത്. നമ്പർ 2, 10th and 12th സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുക. നമ്പർ 3, ഡിഗ്രി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുക. നമ്പർ 4, ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുക. നമ്പർ 5, യൂണിവേഴ്സിറ്റി ട്രാൻസ്ക്രിപ്റ്റ് സബ്മിറ്റ് ചെയ്യുക. നമ്പർ 6, നഴ്സിംഗ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുക. നമ്പർ 7, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്യുക. നമ്പർ 8, ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്യുക. നമ്പർ 9, ജർമ്മൻ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുക. നമ്പർ 10, പാസ്പോർട്ടിന്റെ കോപ്പി ഫ്രണ്ടും ബാക്കും പേജിന്റെ സബ്മിറ്റ് ചെയ്യുക. നമ്പർ 11, കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്യുക.